കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നികേഷിനെയും കൂട്ടി സുഭാഷ് കടയിലേക്ക് പോകുന്നുണ്ട്. വഴിയിൽ വെച്ച് നികേഷ് ഒന്നും മിണ്ടാതെ നടക്കുന്നത് കണ്ട് എന്താടാ ഒന്നും മിണ്ടാതെ, ഇല്ലെങ്കിൽ വായ അടക്കി വെക്കാറില്ലല്ലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, എന്നാലും സുഭാഷ് ഏട്ടൻ ഞങ്ങളെയൊക്കെ തനിച്ചാക്കി വീട് വിട്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് നികേഷ് പറയുമ്പോൾ, നീ അത് വിട്, ഇനി എന്തായാലും ഞാൻ എങ്ങോട്ടും പോവില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഇനി എങ്ങാനും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരുമ്പോഴേക്ക് ഞങ്ങളാരും വീട്ടിലുണ്ടാവില്ല എന്ന് നികേഷ് പറയുമ്പോൾ, എന്തൊക്കെയായി പറയുന്നേ, നീ ഒന്ന് ചുമ്മാതിരുന്നേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ സുഭാഷ് ഏട്ടന് ടെൻഷനായില്ലേ. അപ്പോൾ ഒരു ദിവസം കാണാതിരിക്കുമ്പോൾ ഞങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ചേ എന്ന് നികേഷും പറയാണ്. എല്ലാം കഴിഞ്ഞില്ലേ, നീ അത് വിട്, നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞ് നികേഷിനെയും കൂട്ടി സുഭാഷ് ഒരു ചായക്കടയിലേക്ക് പോകുന്നുണ്ട്. ചായക്കടയിൽ ചെന്ന് രാജേട്ടനോടായി, രാജേട്ടാ 2 ചായ എന്ന് പറയുമ്പോൾ, ആരാപ്പ ഇത്, നിന്നെ കാണുന്നില്ലെന്നും പറഞ്ഞ് നിന്റെ അനിയന്മാർ തേരാപ്പാര ഓടുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, അനിയന്മാരെ അറിയിക്കാതെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാൻ പോയതായിരിക്കും അല്ലേടാ സുഭാഷേ എന്നവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ചോദിക്കുമ്പോഴേക്കും, ചേട്ടൻ ഒരു ജോലി കാര്യത്തിന് പുറത്തേക്ക് പോയതാ എന്ന് നികേഷും പറയുന്നുണ്ട്. നിങ്ങൾ ചായ എടുക്കുക എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോൾ, ചായ ഒന്നും വേണ്ട ഏട്ടൻ വന്നേ എന്ന് പറഞ്ഞ് നികേഷ് സുഭാഷിനെയും വലിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അവർ നടന്നു പോകുമ്പോഴേക്കും വേറൊരു നാട്ടുകാരനും അങ്ങോട്ട് വന്ന്, എന്താ സുഭാഷേ നിന്നെ കാണുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതാ എന്നവൻ പറയുമ്പോൾ, കത്തൊക്കെ എഴുതി വെച്ചാൽ പോയെന്ന് ഞങ്ങൾ അറിഞ്ഞു എന്നയാൾ പറയുമ്പോൾ, ആണോ പോയേ എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിട്ട് സുഭാഷിനെയും കൂട്ടി നടക്കുന്നുണ്ട് നികേഷ്. അപ്പോഴേക്കും ദൂരെ നിന്നും ഗംഗാധരൻ വല്യച്ഛൻ വരുന്നത് അവർ കാണുന്നുണ്ട്. എന്നാലും വല്യച്ഛനും അമ്മയും വീട്ടിലേക്ക് വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല എന്ന് നികേഷ് പറയുമ്പോൾ, എന്തായാലും കണ്ടൊരു താങ്ക്സ് പറഞ്ഞേക്കാം അല്ലേ എന്നും പറഞ്ഞ് വല്യച്ഛൻ്റെ അടുത്തേക്ക് നടന്ന് വല്യച്ഛ എന്ന് വിളിക്കുന്നുണ്ട് സുഭാഷ്. അയാളെ ശ്രദ്ധിക്കാതെ നടന്നു പോകുമ്പോൾ, എന്തൊരു മനുഷ്യനായത്, വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഇപ്പോൾ വഴി കാണുമ്പോൾ മിണ്ടാതെ പോകുന്നു, ഇതെന്താ ഇങ്ങനെ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, വാ നമുക്കൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് സുഭാഷ് പുറകെ ചെന്ന് വല്യച്ഛനെ വിളിക്കുന്നുണ്ട്. കാര്യം അറിഞ്ഞപ്പോൾ വല്യച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നു എന്നറിഞ്ഞു. ഒരുപാട് സന്തോഷം, ഞാൻ പോയതിൻ്റെ കാരണം എന്നവൻ പറയുമ്പോഴേക്കും, കത്ത് വായിച്ചിരുന്നു എന്ന് വല്യച്ഛനും പറയുന്നുണ്ട്. എല്ലാവരും ടെൻഷനാവുമെന്ന് എനിക്ക് തോന്നി, പക്ഷേ ഇത്രയധികം വിഷമിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തായാലും ഒരു വിഷമം വന്നപ്പോൾ എൻ്റെ അനിയന്മാരുടെ കൂടെ നിൽക്കാൻ വീട്ടിലേക്ക് വന്നല്ലോ, അതിനൊരുപാട് നന്ദിയുണ്ട് എന്നവൻ പറയുമ്പോൾ വല്യച്ഛനൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പിന്നെ സുധീഷ് കുറച്ച് ജ്യോത്സ്യന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും എൻ്റെ ജാതകം നോക്കി. തറവാട്ടമ്പലത്തിലൊന്ന് പോയി, പക്ഷേ തറവാട്ടമ്പലം എവിടെയാണെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. അച്ഛൻ്റെ കാര്യം അറിയാലോ, അച്ഛൻ ഇതിലൊന്നും വലിയ താല്പര്യമില്ല. വല്യച്ഛൻ അതെവിടാണെന്നൊന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് പോയി വരായിരുന്നു എന്ന് സുഭാഷ് പറയുമ്പോൾ, ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു എന്നുള്ളതൊക്കെ ശരിയാ, എന്ന് വെച്ച് തറവാട്ടിൽ പോയി വഴിപാടൊക്കെ കഴിച്ച് ബന്ധം സ്ഥാപിക്കാം എന്നൊന്നും നിങ്ങൾ കരുതണ്ട കേട്ടല്ലോ എന്നും പറഞ്ഞ് വല്യച്ഛൻ അവിടുന്ന് നടന്നു പോകുന്നുണ്ട്. ഇതെന്താടാ ഇങ്ങനെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, ചിലപ്പോൾ സന്തോഷം കൊണ്ട് വന്നതായിരിക്കും, പുറമേ സങ്കടം അഭിനയിച്ചതായിരിക്കും. സുഭാഷ് ചേട്ടൻ പോയി എന്ന് പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കാം എന്നൊക്കെ കരുതിയിട്ടുണ്ടാവും എന്ന് നികേഷ് പറയുമ്പോൾ, ചിലപ്പോൾ സങ്കടത്തോടെ വന്നത് തന്നെയായിരിക്കും. അധികം അടുത്ത വീടും സ്ഥലമൊക്കെ നമ്മൾക്ക് എഴുതി തരേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ടായിരിക്കും. ചിലർക്കൊക്കെ സ്വത്തിൻ്റെ കാര്യം വരുമ്പോൾ സ്വന്തം കാര്യം മാത്രമേ ഉണ്ടാവൂ. പിന്നെ തറവാട്ടമ്പലത്തിൽ നമ്മൾ പോകണമെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്തായാലും പോയിരിക്കും എന്ന് പറഞ്ഞ് നികേഷിനെയും കൂട്ടി സുഭാഷ് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് സുഭാഷ് പൺസൈറ്റിലെത്തുമ്പോഴേക്കും അവിടെ ചാന്ദിനി അവിനാശുമായി എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നുണ്ട്. സുഭാഷ് എന്താ കാര്യം എന്ന് അന്വേഷിക്കുമ്പോഴേക്കും, അത് പിന്നെ ഭയ്യ ഞാനൊന്ന് പറഞ്ഞില്ലേ, ഇവൾക്ക് നാട്ടിലൊരു കല്യാണം ആലോചിച്ചിരുന്നു, അങ്കിളിൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ, ആ കല്യാണത്തിന് താല്പര്യമില്ലാഞ്ഞിട്ടാ ഇവളിങ്ങോട്ട് വന്നേ, ഇപ്പോൾ അവർ ഇവളെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് അവിനാശ് പറയുമ്പോഴേക്കും, ചാന്ദിനിയും എനിക്ക് പോകാൻ ഇഷ്ടമില്ല എന്നും പറഞ്ഞ് കരയുന്നുണ്ട്. ഇവൾക്ക് ഇഷ്ടമല്ലെന്ന് അവരോട് പറഞ്ഞാൽ പോരെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, ഇവിടുത്തെ പോലെയല്ല ഭയ്യ അവിടുത്തെ കാര്യം, അവിടെ ആരുടെ ഇഷ്ടമൊന്നും ആരും നോക്കില്ല. അങ്കിളാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശും വാങ്ങിയിട്ടുണ്ട്, അവന് ഇത്തിരി പണമുള്ള കൂട്ടത്തിലാ, പിന്നെ രാഷ്ട്രീയവും ഗുണ്ടായ്സവും എല്ലാം ഉണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാ ഇവളിങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഇവൾ ഇവിടെയുള്ള കാര്യം അവരെങ്ങനെയോ അറിഞ്ഞു, ഇവളെ കൊണ്ടുപോകാൻ വരിക എന്നാ പറയുന്നേ എന്ന് അവിനാശ് പറയുമ്പോൾ, അവരോടൊന്നും സംസാരിക്കായിരുന്നില്ലേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അവർ നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല സുഭാഷ് ഏട്ടാ, പിന്നെ അച്ഛനും അമ്മയ്ക്കും അവൻ്റെ പണം മതി, കാശുകാരനല്ലേ, പിന്നെ എന്താ വേണ്ടതെന്ന് അവർ ചോദിക്കുന്നത് എന്ന് അവിനാശ് പറയുമ്പോൾ, അവർക്ക് നീ എവിടെയാ താമസിക്കുന്നതെന്നറിയോ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. വീടറിയില്ല, പക്ഷേ ഇവിടെ കുറേ പേർ അവിടുന്ന് വന്ന് ജോലി ചെയ്യുന്നില്ലേ, അവർ പറഞ്ഞു കൊടുക്കും, വീട് അവരറിഞ്ഞാൽ അപ്പോൾ തന്നെ വന്ന് ഇവളെ ബലമായി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും എന്ന് അവിനാശ് പറയുമ്പോഴേക്കും, നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസം ഏതെങ്കിലും പണി സൈറ്റിൽ നിന്നോ, ഇവൾ 2-3 ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ, അവിടെ ആകുമ്പോൾ ഇവക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. അത് പിന്നെ വീട്ടിലൊക്കെ എങ്ങനെയാ സുഭാഷ് ഏട്ടാ എന്ന് അവിനാശ് പറയുമ്പോൾ, അതിനെന്താ അവിടെ നിധിയുണ്ടല്ലോ, പിന്നെ അവിടെ വന്ന് ഇവളെ ആരും പിടിച്ചു കൊണ്ടുപോകുകയൊന്നും ചെയ്യില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. അത് കേട്ട് ചാന്ദിനിയും ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്ന് അവിനാശിനോടായി പറയുന്നുണ്ട്. അത് കേട്ട് അവിനാശും അത് സമ്മതിക്കാണ്. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞോളാം, നീ ഇവളെയും കൂട്ടി അങ്ങോട്ട് പോക്കോ എന്ന് പറയുമ്പോഴേക്കും അവിനാശ് ചാന്ദിനിയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ജോലിക്ക് പോകാൻ ഇറങ്ങിയ ഹരീഷും, ഏട്ടത്തി ഞാൻ പോവാണേ എന്ന് പറയുമ്പോൾ, നീ ചായ കുടിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ഏട്ടത്തിക്ക് ഇന്ന് പോണ്ടേ എന്നവൻ ചോദിക്കുമ്പോൾ, അവനെ ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. ഓ സാറ്റർഡേ ആണല്ലേ എന്നും പറഞ്ഞ് അവൻ ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും, സുധീഷ് ഏട്ടൻ വരുന്നില്ലേ എന്നവൻ ചോദിക്കുമ്പോൾ, സാറ്റർഡേ അല്ലേ എന്ന് നിധിയെ നോക്കിക്കൊണ്ട് സുധീഷും പറയുന്നുണ്ട്. ഓ ആയിക്കോട്ടെ ശരി ശരി എന്നും പറഞ്ഞ് അവൻ ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട്. ഇതാരാ എന്നും പറഞ്ഞ് അവർ അങ്ങോട്ട് നോക്കുമ്പോഴേക്കും, എന്തെങ്കിലും പുതിയ വള്ളിയായിരിക്കും എന്ന് സുധീഷും പറയുന്നുണ്ട്. ഓട്ടോയിൽ നിന്നും അവിനാശും ചാന്ദിനിയും ഇറങ്ങുന്നത് കണ്ട്
അവർ സംശയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്. സുഭാഷ് ഏട്ടൻ വിളിച്ചില്ലേ എന്ന് അവിനാശ് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു, ഇവളെ കുറച്ച് ദിവസം ഇവിടെ നിർത്താമെന്ന് പറഞ്ഞു, അതാ ഇങ്ങോട്ട് വന്നേ എന്ന് അവിനാശ് പറയുമ്പോൾ സുധീഷും ടെൻഷനോടെ ഹരീഷിനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് ഏട്ടനും അവനെ വിളിക്കാണ്. സുഭാഷ് ഏട്ടനും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിധിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട്. നിധി ഫോൺ ചെയ്യുമ്പോഴേക്കും അവിനാശ് നടന്ന കാര്യങ്ങളൊക്കെ സുധീഷിനോട് ഹരീഷിനോട് പറയുന്നുണ്ട്. അവിനാശ് ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ചാന്ദിനി ഇവിടെ നിന്നോട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും അങ്ങോട്ട് വന്ന് അത് ശരിയാ, 2-3 ദിവസം ലീവ് എടുത്തിട്ടായാലും ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് നിധിയും പറയുന്നുണ്ട്. അങ്ങനെ അവിനാശ് ചാന്ദിനിയോട് യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും ഒന്നും പേടിക്കേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് സുധീഷും പറയാണ്. ഒരുപാട് നോക്കി ബുദ്ധിമുട്ടേണ്ട കേട്ടോ എന്നൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ചാന്ദിനിയും കൂട്ടി അകത്തേക്ക് കയറി പോകുന്നുണ്ട് നിധി. അതെ, ഓവറാക്കി ചാളാക്കരുത് കേട്ടോ എന്ന് ഹരീഷ് പറയുമ്പോൾ ഓവറായോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അതെ പോട്ടെ എന്നും പറഞ്ഞ് ഹരീഷും ബൈക്കും എടുത്ത് അവിടുന്ന് പോവുകയാണ്. പിന്നീട് നികേഷ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴേക്കും തന്നോട് കഴിഞ്ഞ ദിവസം ചിരിച്ച പെൺകുട്ടി അവിടെ നിൽക്കുന്നത് അവൻ കാണുന്നുണ്ട്. അവൻ അല്പം സംശയത്തോടെ ഇത് തന്നെ പറ്റിയ അവസരം, ചെന്ന് സംസാരിച്ചാലോ എന്ന് ചിന്തിച്ച് അവളുടെ അടുത്തേക്ക് മെല്ലെ പോകുന്നുണ്ട്. അവൻ അല്പം സംശയത്തോടെ അവളെ നോക്കുമ്പോൾ അവളും അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. ഹായ് എന്നവൻ പറയുമ്പോൾ തിരിച്ച് ഹായ് എന്നവളും പറയാണ്. എന്താ പേര് എന്നവൻ ചോദിക്കുമ്പോൾ ഗായത്രി എന്നവൾ പറയുന്നുണ്ട്. എവിടാ പഠിക്കുന്നേ എന്നവൻ ചോദിക്കുമ്പോഴേക്കും ഗവൺമെൻറ് ആർട്സ് കോളേജിൽ BCom സെക്കൻഡ് ഇയർ എന്നവളും പറയുന്നുണ്ട്. ഞാനും BCom തേർഡ് ഇയർ എന്നവനും പറയാണ്. വീട് എവിടെയാ എന്നവൻ ചോദിക്കുമ്പോൾ ഇവിടെ ഗാന്ധിനഗറിൽ, പുതിയ താമസക്കാരാ എന്നവളും പറയുന്നുണ്ട്. അതാ ഞാനും ആലോചിച്ചേ, ഇതുവരെ എവിടെയെങ്കിലും കണ്ടിട്ടില്ല എന്നവൻ പറയുമ്പോൾ ഞങ്ങൾ വന്നിട്ട് 1 മാസമേ ആയുള്ളൂ എന്നവളും പറയുന്നുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റായിട്ട് എടുക്കരുത് എന്നവൻ പറയുമ്പോൾ എന്താ കാര്യം എന്നവളും ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇയാളെ നോക്കുമ്പോൾ ഇയാൾ എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നി, അത് എന്നെ തന്നെ നോക്കി ചിരിച്ചതാണോ അല്ല എൻ്റെ തോന്നലാണോ എന്നവൻ ചോദിക്കുമ്പോൾ ഇയാളെ തന്നെ നോക്കി ചിരിച്ചതാ എന്നവളും പറയുന്നുണ്ട്. അവനും പെട്ടെന്ന് സന്തോഷത്തോടെ മുകളിലേക്ക് നോക്കുമ്പോഴേക്കും റോസാപ്പൂ മുകളിൽ നിന്നും അവൻ്റെ മുഖത്തേക്ക് വീഴുന്നതായി അവന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് അവൻ എന്തോ ഓർത്ത പോലെ അവളെ നോക്കുമ്പോഴേ കയ്യൊന്ന് നീട്ടി പിടിച്ച് മുകളിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നികേഷിനെ നോക്കി ചിരിക്കുന്ന അവളെയാണ് കാണുന്നത്. എല്ലാം തൻ്റെ തോന്നലാണെന്ന് മനസ്സിലാക്കിയ നികേഷും ഒരു ചമ്മലോടെ അവളെ നോക്കുമ്പോഴേക്കും അവളും ചിരിക്കുന്നുണ്ട്. ഹായ് എന്നവൻ പറയുമ്പോൾ അവൾ തിരിച്ചും ഹായ് പറയാണ്. അവൻ മെല്ലെ അവളുടെ അടുത്തേക്ക് നടക്കുമ്പോഴേക്കും അവളും അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. അടുത്തെത്തി അവൻ എന്തോ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്നൊരു ബൈക്ക് വന്ന് അവിടെ നിർത്താണ്. ബസ് വന്നില്ലേ മോളെ എന്നയാൾ ചോദിക്കുമ്പോൾ ഇല്ല ചിറ്റപ്പ എന്നവളും പറയാണ്. എങ്കിൽ വാ ഞാൻ കൊണ്ടുവിടാം എന്നയാൾ പറയുമ്പോൾ വേണ്ട, ഇപ്പോൾ ബസ് വരും, ഞാൻ പോയിക്കോളാം എന്നവളും പറയുന്നുണ്ട്. അല്ല മോളെ ഞാൻ ആ വഴിക്കാം, മോള് വാ എന്നയാൾ നിർബന്ധിക്കുമ്പോൾ അവളും മനസ്സോടെ അയാളുടെ ബൈക്ക് കയറി പോകുന്നുണ്ട്. നികേഷും ആകെ ദേഷ്യത്തോടെ അവൻ്റെ ഒരു ബൈക്ക് എന്നും പറഞ്ഞ് നിലത്ത് ചവിട്ടുന്നുണ്ട്. പിന്നീട് ജോലി കഴിഞ്ഞ് വരുന്ന സുഭാഷിനൊപ്പം സുധീഷ് നടന്നു വരുന്നുണ്ട്. ഏട്ടാ, ആ പെണ്ണ് എത്ര ദിവസം വീട്ടിലുണ്ടാവും എന്നവൻ ചോദിക്കുമ്പോൾ ആരെ, ചാന്ദിനിയോ എന്നവൻ ചോദിക്കാണ്. ആ എന്ന് സുധീഷ് പറയുമ്പോൾ 2-3 ദിവസം എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞ് സുഭാഷ് നടന്ന കാര്യങ്ങളൊക്കെ സുധീഷിനോട് പറയുന്നുണ്ട്. പാവം, ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിക്കണ്ടല്ലോ, അവർ വന്ന് പോകുന്നത് വരെ ആ കുട്ടി നമ്മുടെ വീട്ടിലുണ്ടാവും എന്ന് സുഭാഷ് പറയുമ്പോൾ സുഭാഷ് ഏട്ടന് ആ കുട്ടിയായി ഇച്ചിരി അടുപ്പം കൂടുന്നുണ്ടോ എന്നൊരു സംശയം എന്ന് സുധീഷ് പറയുമ്പോൾ നീ ഒന്ന് പോടാ, അവൾ എനിക്ക് പെങ്ങളെ പോലെയാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. സ്കൂൾ അസംബ്ലിയിലെ എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ലോകത്തെ എല്ലാ പെൺകുട്ടികളെയും പെങ്ങന്മാരായി കാണണം എന്നൊന്നുമില്ല സുഭാഷ് ഏട്ടാ. ദേ ഈ റോഡിലൂടെ പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ട സുഭാഷ് ഏട്ടൻ നോക്കില്ലേ എന്നവൻ പറയുമ്പോൾ നോക്കും, സാധാരണ എല്ലാവരും നോക്കുന്ന പോലെ നോക്കും എന്ന് സുഭാഷും പറയുന്നുണ്ട്. അയ്യോ, അപ്പോൾ സൈറ്റ് അടിക്കാൻ വേണ്ടി നോക്കില്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ എന്ന് സുഭാഷ് പറയുമ്പോൾ അപ്പോൾ ഒരു പെണ്ണിനെയും അങ്ങനെയുള്ള രീതിയിൽ സുഭാഷ് ഏട്ടൻ നോക്കില്ലേ എന്നവൻ പറയുമ്പോൾ ഇല്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ജന്മത്തിൽ ചേട്ടൻ്റെ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ എന്താ സുഭാഷ് ഏട്ടാ ഇങ്ങനെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നീ അതൊക്കെ വിട്, ഞാനിപ്പോൾ നമ്മുടെ തറവാട്ടമ്പലത്തിൽ പോകുന്ന കാര്യം ആലോചിക്കുന്നേ, പോവാം, വഴിപാട് നടത്താം എന്നൊക്കെ തീരുമാനിച്ചു, പക്ഷേ അമ്പലം വിടാന്നറിയണ്ടേ എന്നൊക്കെ സുഭാഷ് പറയുമ്പോൾ അല്ല സുഭാഷ് ഏട്ടാ, ഈ ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളെക്കാൾ നന്നായി മനസ്സിലാവില്ലേ, അപ്പോൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ നടത്തിയിട്ട് ഇത് തറവാട്ടമ്പലത്തിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പോരെ എന്ന് സുധീഷ് പറയുമ്പോൾ അവനെ തന്നെ നോക്കി നിൽക്കുന്ന സുഭാഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും